നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മോദിയെ ഒന്ന് വിറപ്പിച്ചു. പിന്നീട് മോദി കുതിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യ കണ്ടത്. BJPയും നരേന്ദ്രമോദിയും ഒക്കെ സമൂല പരിവർത്തനത്തിന് തയ്യാറായി. അതിൻ്റെ തുടർച്ചയായിരുന്നു ഹരിയാനയിൽ വന്ന അവരുടെ പുതുജീവൻ. മഹാരാഷ്ട്രയിൽ ഡബിൾ എഞ്ചിൻ കുതിപ്പോടെ ആ ജൈത്രയാത്ര തുടർന്നു. ജാർഖണ്ഡിൽ പിഴവുകൾ പറ്റിയെങ്കിലും ഡൽഹിയിൽ അവർക്ക് പിഴച്ചില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഡൽഹി ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് നടന്നത് 5 സംസ്ഥാനങ്ങളിൽ. അതിലിപ്പോൾ ഹരിയാനയും മഹാരാഷ്ട്രയും ഡൽഹിയും BJP പിടിച്ചടക്കി. ജാർഖണ്ഡിൽ JMM അധികാരത്തിലെത്തി. ജമ്മു കാശ്മീരിൽ നാഷണൽ കോൺഫറൻസും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാതെ വന്നതോടെ BJP ഒന്ന് പതുങ്ങി. എന്നാൽ തൊട്ടു പിന്നാലെ ഹരിയാന കൈവിടും എന്ന പ്രവചനങ്ങളെ കാറ്റിൽ പറത്തി BJP ഹരിയാന സംസ്ഥാനം പിടിച്ചടക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരിഭവം കാട്ടിയ RSSനെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പിന്നീട് BJP മുന്നോട്ട് കുതിച്ചത്. ഹിന്ദുത്വ അജണ്ട ചർച്ചയാക്കാതെ തന്നെ സംഘടനാ കരുത്തിൽ ഡൽഹിയിൽ RSS അതിൻ്റെ കരുത്ത് കാട്ടി. ഹനുമാൻ ഭക്തി ചർച്ചയാക്കുന്ന കേജ്രിവാളിൻ്റെ തന്ത്രം തിരിച്ചറിഞ്ഞായിരുന്നു BJPയുടെ ഈ കരുനീക്കങ്ങൾ. ഡൽഹിയിലെ വോട്ടുകൾ ഭിന്നിക്കില്ല എന്ന് കൃത്യമായി RSS കണക്കുകൂട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് പ്രചരണത്തിനിറങ്ങി. ഇക്കുറി രാജ്യതലസ്ഥാനത്ത് BJP വമ്പൻ വാഗ്ദാനങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ വെച്ചത്. 1998 മുഖ്യമന്ത്രി മാറി. നിയമസഭയിൽ അംഗമല്ലാതിരുന്ന സുഷമ സ്വരാജിനായിരുന്നു തുടർന്ന് മുഖ്യമന്ത്രി കസേര വീണത്. കേന്ദ്രമന്ത്രി പദവി രാജിവെച്ച സുഷമ 52 ദിവസം അധികാരത്തിലിരുന്നു. പിന്നാലെ ഡൽഹിയിൽ ഷീല ദീക്ഷിത് യുഗം തുടങ്ങി. 2014 മോദി പ്രധാനമന്ത്രിയായി അധികാരമേറ്റെടുത്തുവെങ്കിലും രാജ്യതലസ്ഥാനം അപ്പോഴും BJPയുടെ കൈപ്പിടിയിലൊതുങ്ങിയില്ല. 2014, 19, 24 പൊതുതെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിലെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും നരേന്ദ്രമോദിയുടെ വിജയമായിരുന്നു കണ്ടത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയം ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളും കൈപ്പിടിയിലൊതുക്കി. പിന്നീട് കേജ്രിവാളിന് സംഭവിച്ച പാളിച്ചകൾ എന്ത്? അതാണ് ഇന്ത്യ ഇപ്പോൾ മുഖ്യ ചർച്ചയാക്കുന്നതും. 13 വർഷങ്ങൾക്ക് മുൻപ് പേരിലും പ്രവർത്തനങ്ങളിലുമൊക്കെ സാധാരണക്കാർക്കൊപ്പമെന്ന് പ്രഖ്യാപിച്ച് നിലവിൽ വന്നൊരു പാർട്ടി. ജൻ ലോക്പാൽ ബില്ലിനായി ഡൽഹിയിൽ സമരത്തിനിറങ്ങിയ അണ്ണാ ഹസേരയുടെ ബുദ്ധികേന്ദ്രമായിരുന്നു തുടക്കത്തിൽ അരവിന്ദ് കെജ്രിവാൾ. ഇൻകം ടാക്സ് ജോയിന്റ് കമ്മീഷണർ സ്ഥാനം ഉപേക്ഷിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ പൊതുപ്രവർത്തനത്തിനിറങ്ങിയത്. മനീഷ് സിസോദിയ ഉൾപ്പെടെയുള്ള പ്രൊഫഷണലുകളെ ഒപ്പം നിർത്താനും കേജ്രിവാളിന് കഴിഞ്ഞു. അഴിമതിക്കെതിരെ കുരിശുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ആം ആദ്മി പിന്നീട് തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഭരണരംഗത്തെ അഴിമതികൾ എണ്ണിപ്പറഞ്ഞിറങ്ങിയ പ്രസ്ഥാനത്തിലേക്ക് ഡൽഹി പൂർണ്ണമായി ചെന്ന് കയറി. വിലക്കയറ്റം, സ്ത്രീ സുരക്ഷ, വികസനം, അങ്ങനെ ജനകീയ വിഷയങ്ങൾ അവർ മുന്നോട്ട് വച്ചു. അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി സാധാരണക്കാരുടെ രാഷ്ട്രീയ പാർട്ടിയായി നിലകൊള്ളും എന്ന് ഡൽഹിയിലെ ജനങ്ങൾ വിശ്വസിച്ചു. സേവന മേഖലയിലും ഭരണപരിഷ്കാരങ്ങളിലുമൊക്കെ സാധാരണക്കാരൻ്റെ പൾസറിഞ്ഞുള്ള പ്രയോഗങ്ങളായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ വേറിട്ട് നിർത്തിയത്. ആരോഗ്യമേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ സൗജന്യങ്ങൾ വാരിയെറിഞ്ഞ് കേജ്രിവാൾ ആദ്യഘട്ടത്തിൽ ജനങ്ങളുടെ കയ്യടി നേടി. തുടക്കം മുതൽ ഡൽഹി സർക്കാരിനോട് നിസ്സഹകരിച്ച് നിന്ന കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ആരോപണങ്ങൾ കേജ്രിവാൾ ഉയർത്തുന്നു. ഒരു വേള നരേന്ദ്രമോദിക്ക് ബദലായി ഇന്ത്യ കണ്ടെത്തുന്ന അടുത്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പോലും ചിലർ അരവിന്ദ് കെജ്രിവാളിനെ വാഴ്ത്തിപ്പാടി. അതുകൊണ്ട് മാത്രമാണ് പിന്നീട് ഇന്ത്യ മുന്നണി തലപൊക്കിയപ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം തലപ്പൊക്കത്തിൽ നിൽക്കാൻ സാധ്യതയുള്ള അരവിന്ദ് കെജ്രിവാളിനെ ചിലർ ബോധപൂർവം മാറ്റി നിർത്തിയതും. എന്നാൽ കേജ്രിവാൾ എന്ന ഏകാധിപതിയുടെ മനസ്സിൽ സ്വാർത്ഥത മാത്രമാണ് എന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലെ ചിലർ പറഞ്ഞു. പുറംപൂച്ചിൽ മയങ്ങരുത്, കേജ്രിവാൾ എന്ന അഴിമതിക്കാരൻ്റെ കഥയും അങ്ങനെ ഇന്ത്യയിൽ പ്രചരിച്ചു. കേസും ആക്ഷേപങ്ങളുമൊക്കെ കേജ്രിവാളിന് മുകളിൽ ഒരു ഡെമോക്രാസിൻ്റെ വാളായി തൂങ്ങിയാടി. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചരണ കാലത്ത് അരവിന്ദ് കെജ്രിവാളിനെതിരെ BJP ഉയർത്തിയ ഏറ്റവും വലിയ ആരോപണം അഴിമതി മാത്രമായിരുന്നില്ല. കേജ്രിവാളിൻ്റെ നവീകരിച്ച വസതിയും അവർ ജനസമക്ഷം അവതരിപ്പിച്ചു. ശീഷ് മഹൽ എന്ന പേരിലാണ് ഇത് BJP ഉയർത്തിക്കാട്ടിയത്. CAG റിപ്പോർട്ടും BJPയുടെ ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നു. AAPയുടെ 3ാം ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ വിവാദങ്ങൾക്കിടയാക്കിയ വിഷയങ്ങളിലൊന്നായിരുന്നു പുതിയ മദ്യനയം.
മദ്യക്കുപ്പികൾക്ക് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഓഫറുകൾ നൽകിയതോടെ ഡൽഹിയെ മദ്യപാനികളുടെ നഗരമാക്കി മാറ്റി. എന്നാൽ അതിൻ്റെ പിന്നാമ്പുറകളിൽ നടന്ന അഴിമതി കഥകളും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലുമൊക്കെ കേജ്രിവാളിനെ തളർത്തിക്കളഞ്ഞു. നിരവധി വാഗ്ദാനങ്ങൾ ഡൽഹി നിവാസികൾക്ക് മുന്നിൽ വെച്ച ആം ആദ്മിക്ക് വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിഞ്ഞില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നിസ്സഹകരണമാണ് കാരണമായി എടുത്തു പറഞ്ഞതെങ്കിലും BJP തങ്ങളുടെ പ്രചരണത്തിൻ്റെ മുഖ്യ കുന്തമുനയായി ഇതിനെ ഉപയോഗപ്പെടുത്തി. വായു മലിനീകരണത്തിൽ ലോകത്തിലെ ഏറ്റവും മോശം നഗരങ്ങളുടെ ഗണത്തിൽ ഡൽഹി ഉൾപ്പെട്ടു. കുടിവെള്ളക്ഷാമം രൂക്ഷമായിരുന്നു ഡൽഹിയിൽ. ഗതാഗത സംവിധാനത്തിൽ പുതിയ പുരോഗതിയില്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിലും ആരോഗ്യ സേവനത്തിലും വലിയ ആശയങ്ങൾ കൊണ്ടുവന്നുവെങ്കിലും ശരിയായ രീതിയിൽ മുന്നോട്ടു പോകാൻ കഴിഞ്ഞില്ല. ഡൽഹിക്ക് പുറത്ത് പാർട്ടിയെ വികസിപ്പിക്കുക എന്ന അജണ്ടയിലൂന്നി അരവിന്ദ് കെജ്രിവാൾ തുടങ്ങിവെച്ച രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കാരണം ഡൽഹിയിലെ ഭരണത്തിൽ ശ്രദ്ധിക്കാൻ പോലും കേജ്രിവാളിന് കഴിഞ്ഞില്ല. പകുതിയിലേറെ സീറ്റുകൾക്ക് പിന്നിലാക്കി ഭരണം പിടിച്ചിട്ടും ഡൽഹിയിൽ BJPക്ക് ആം ആദ്മി പാർട്ടിയുമായി തുലനം ചെയ്യുമ്പോൾ വോട്ട് വിഹിതത്തിലെ വ്യത്യാസം വെറും 2.35% മാത്രം. ഏറ്റവും ഒടുവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് BJPക്ക് ലഭിച്ചത് 45.91% വോട്ടുകൾ. 22 സീറ്റുകൾ ജയിച്ച ആം ആദ്മി 43.56% വോട്ട് വിഹിതം ആർജിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ BJPയുടെ വോട്ട് വിഹിതത്തിൽ വലിയ മുന്നേറ്റമുണ്ടായി. ആം ആദ്മിയിൽ നിന്നാണ് വോട്ട് ചോർച്ചയേറെ. 38.51% കഴിഞ്ഞ തവണ BJP നേടിയത്. ഇക്കുറി 7.4% വർധനവ്. കഴിഞ്ഞ തവണ 53.57% AAPയുടെ വോട്ട് വിഹിതം. ഇതിൽ ഇത്തവണ 10.1% കുറവാണ് സംഭവിച്ചത്. ചുരുക്കത്തിൽ ആം ആദ്മി പാർട്ടിയുടെ വോട്ടുകൾ ഗണ്യമായി BJP ക്യാമ്പിലേക്ക് ഒഴുകി. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ പറയുന്നത് കൂടുതൽ ഡെക്കറേഷൻ വേണ്ട, കേജ്രിവാൾ തോറ്റു. ഒരു വശത്ത് സംപൂജ്യരായി തോറ്റ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ യാഥാർത്ഥ്യബോധത്തോടെയാണ് തങ്ങൾ സമീപിച്ചത് എന്ന് കോൺഗ്രസ് വിശദമാക്കുന്നു. സ്വന്തം തോൽവിയിൽ ദുഃഖിക്കുകയല്ല ഇപ്പോൾ ഡൽഹിയിലെ കോൺഗ്രസ് നേതാക്കൾ ചെയ്യുന്നത്. പകരം ആം ആദ്മി പാർട്ടിയുടെ തകർച്ച അവരെ ആഹ്ലാദിപ്പിക്കുന്നു. കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഒക്കെ രാഷ്ട്രീയ എതിരാളി BJP ആണ് എന്ന് പൊതുവെ പറയുന്നുവെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ച് ഡൽഹിയിൽ ആം ആദ്മിയുടെ പതനം തന്നെയാണ് അവർ ആഗ്രഹിച്ചത്. ഭിന്നിച്ചു നിന്ന് തോൽവി ഏറ്റുവാങ്ങിയ കോൺഗ്രസിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഒക്കെ നിലപാടുകളെ പരിഹസിച്ച് ഒമർ അബ്ദുള്ളയെപ്പോലുള്ളവർ രംഗത്തിറങ്ങുന്നു. ആം ആദ്മി പാർട്ടിയുടെ ഒന്നാമനും രണ്ടാമനുമൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റമ്പുന്നു. ന്യൂഡൽഹിയും ജഗ്പുരയുമൊക്കെ അവർക്ക് തോൽവി സമ്മാനിച്ച മണ്ഡലങ്ങളായി. ന്യൂഡൽഹിയിൽ AAP കൺവീനറും മുൻ മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാൾ BJPയുടെ പർവേഷ് വർമ്മയോട് തോറ്റത് 4000-ലേറെ വോട്ടുകൾക്ക്. ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്തിൻ്റെ മകൻ സന്ദീപ് ദീക്ഷിത് നേടിയതാവട്ടെ 4500 വോട്ടുകൾ. കോൺഗ്രസിൻ്റെ ഈ വോട്ടുകൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ പെട്ടിയിൽ വീണിരുന്നു എങ്കിൽ ആം ആദ്മി വിജയിച്ചേനെ. പല സ്ഥലങ്ങളിലും ഇത്തരത്തിലാണ് കണക്കുകൾ. മദ്യനയക്കേസിൽ ജയിലിൽ കിടന്ന മനീഷ് സിസോദിയ പ്രതാപ്ഗഡ് വിട്ട് ഇക്കുറി മത്സരിച്ചത് ജഗ്പുരയിൽ. 1000-ൽ താഴെ വോട്ടുകൾക്കാണ് BJP സ്ഥാനാർത്ഥിയോട് അവിടെ സിസോദിയ പരാജയപ്പെട്ടത്. എന്നാൽ ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പിടിച്ചടക്കിയത് 7000-ലേറെ വോട്ടുകൾ. മദ്യനയം മുതൽ വസതിയിലെ ചില്ലുകൊട്ടാരം വരെ എത്രയെത്ര ആരോപണങ്ങളാണ് BJP അരവിന്ദ് കെജ്രിവാളിനെതിരെ ഉയർത്തിവിട്ടത്. ഒരിക്കൽ BJPക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആക്രമിച്ചു കളിച്ച അരവിന്ദ് കെജ്രിവാളിനെ കൃത്യമായി പ്രതിരോധത്തിലൂന്നി പ്രചരണത്തിൽ തളർത്താൻ BJPക്കും നരേന്ദ്രമോദിക്കുമൊക്കെ ഇക്കുറി കഴിഞ്ഞു. ഷീല ദീക്ഷിത്തിൻ്റെ നേതൃത്വത്തിൽ 15 വർഷത്തോളം തുടർച്ചയായി ഭരണത്തിലിരുന്ന കോൺഗ്രസ് പാർട്ടിയെ തറപറ്റിച്ചുകൊണ്ടാണ് ആം ആദ്മി ഡൽഹിയിൽ അധികാരം പിടിച്ചത്. പിന്നീട് നീണ്ട 12 വർഷക്കാലം അവരുടെ കൈകളിൽ ഭദ്രമായിരുന്നു ഡൽഹി ഭരണം. ഡൽഹി തങ്ങൾക്ക് ബാലികേറ മലയാണ് എന്ന് തിരിച്ചറിഞ്ഞ കോൺഗ്രസിന് ഒരൊറ്റ പോംവഴി മാത്രമേ മുന്നിലുണ്ടായിരുന്നുള്ളൂ. ആം ആദ്മി പാർട്ടി പരാജയപ്പെടുക, അരവിന്ദ് കെജ്രിവാൾ നിലംപൊത്തുക. ആ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു ഡൽഹിയുടെ രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി വലിയ തോൽവി ഏറ്റുവാങ്ങിയതോടെ വലിയ വിമർശനങ്ങളുമായി അണ്ണാ ഹസാരെ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തി.
സ്ഥാനാർത്ഥികൾ സംശുദ്ധരായിരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഹസാര കേജ്രിവാളിനെതിരെ ആഞ്ഞടിച്ചു. ആവർത്തിച്ചുള്ള വ്യാജ വാഗ്ദാനങ്ങൾ മാത്രമാണ് ജനങ്ങൾക്ക് മുന്നിൽ അരവിന്ദ് കേജ്രിവാൾ നിരത്തിയത് എന്ന് അമിത്ഷാ പറയുന്നു. ഡൽഹിയുടെ ഹൃദയത്തിൽ ഇനി മോദി ഉണ്ടാകുമെന്നും ഈ വിജയം മോദി ഗ്യാരണ്ടിയുടെ വിജയമാണെന്നും അമിത്ഷാ എക്സിൽ കുറിച്ചു. ഒരു ദശാബ്ദക്കാലത്തെ ഭരണത്തിന് അന്ത്യം കുറിച്ചാണ് ഇപ്പോൾ ഡൽഹിയിൽ BJPയുടെ മിന്നൽ തിളക്കം. രാജ്യസഭാ MP സ്വാതി മലിവാളിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റും ഏറെ ചർച്ചയാകുന്നു. രാവണന്റെ അഹങ്കാരത്തിന് പോലും അവനെ രക്ഷിക്കാനായില്ല എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ സ്വാതി മലിവാൾ എക്സിൽ പങ്കുവച്ച പോസ്റ്റ്. മഹാഭാരതത്തിലെ ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപ രംഗത്തിന്റെ ഒരു ചിത്രവും സ്വാതി പങ്കുവച്ചു. 4 നൂറ്റാണ്ടിന് ശേഷം തലയെടുപ്പോടെ തലസ്ഥാനം തിരിച്ചുപിടിച്ച് ഇപ്പോൾ BJP തങ്ങളുടെ ജൈത്രയാത്ര തുടങ്ങിയിരിക്കുന്നു. ഇത് മോദി വിജയമായി BJP കൊണ്ടാടുന്നു. ഡൽഹിയിൽ തുടങ്ങി പഞ്ചാബും പിടിച്ചെടുത്ത് മുന്നേറിയ ആം ആദ്മി പാർട്ടിയുടെ ജൈത്രയാത്രയ്ക്കാണ് ഇപ്പോൾ BJP തടയിട്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറേ കാലമായി ഡൽഹി ഭരണം പിടിക്കാൻ എല്ലാ അടവുകളും പയറ്റിയിരുന്നു BJP. ഏറ്റവും ഒടുവിൽ ഫെബ്രുവരി 1 പുറത്തിറങ്ങിയ കേന്ദ്ര ബജറ്റിൽ മധ്യവർഗത്തിലൂന്നിയ ആ പ്രഖ്യാപനങ്ങൾ പോലും ഡൽഹി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് എന്ന് രാഷ്ട്രീയ വിദഗ്ധർ പറഞ്ഞു. തുടക്കം മുതൽ ജയിച്ചു കയറി മിന്നിത്തിളങ്ങിയ മോദിക്ക് രാജ്യതലസ്ഥാനം ഭരിക്കുന്ന ആം ആദ്മി പാർട്ടി ഒരു കല്ലുകടിയായി എന്നും തുടർന്നിരുന്നു. കേജ്രിവാളിനെയും ആം ആദ്മി പാർട്ടിയെയും ഒക്കെ ഉന്നമിട്ട് മാസങ്ങളായി BJP ശക്തമായ പ്രചരണങ്ങളിലേക്ക് കടന്നു. ആം ആദ്മി പാർട്ടിയുടെ പരാജയം മാത്രമല്ല, അരവിന്ദ് കേജ്രിവാളിന്റെ വീഴ്ചയും ഇപ്പോൾ വലിയ ചർച്ചയാവുകയാണ് ഇന്ത്യയിൽ. ഡൽഹിയിൽ തോറ്റ ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കേജ്രിവാൾ ഇനി പഞ്ചാബിന്റെ മുഖ്യമന്ത്രിയാകുമോ? ഇത്തരത്തിൽ ചില പോസ്റ്റുകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.